അറിഞ്ഞില്ലേ, ഇനി ആസാമിൽ ബീഫ് ഉപയോഗിക്കാൻ പാടില്ലെന്ന്. ആസാമിൽ ഇനി ഒരു റെസ്റ്റോറന്റിലും ഹോട്ടലിലും ബീഫ് കഴിക്കാനോ വിളമ്പാനോ പാടില്ലെന്ന നിയമവുമായി ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഡിസംബർ 4 നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ബീഫ് ഉപയോഗവുമായി ബന്ധപ്പെട്ട ഈ കർശന നിയമങ്ങൾ കൊണ്ടുവന്നത്. മുൻപ് ക്ഷേത്രങ്ങളുടെ പരിസര പ്രദേശങ്ങളിൽ മാത്രമായിരുന്നു ബീഫ് ഉപയോഗം നിയന്ത്രിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ തീരുമാനത്തെ സംസ്ഥാനത്തെ പൊതുസ്ഥലങ്ങളിൽ കൂടി വ്യാപിപ്പിച്ചിരിക്കുന്നു. ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ നിയമത്തെ ഒരു തരത്തിൽ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. BJPയുടെ ഹിന്ദുത്വ അജണ്ട അടിച്ചേൽപ്പിക്കാനാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിന്റെ വികാരങ്ങളെ മാനിക്കുന്നതിനും സംസ്കാരം സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണ് ഈ നീക്കം എന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം. സംസ്കാരം സംരക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും ബീഫ് ഉപയോഗം വേണ്ടെന്ന് വെക്കുവോ? ബീഫ് നിരോധനത്തെ സ്വാഗതം ചെയ്യാൻ മന്ത്രി പ്രതിപക്ഷത്തോട് ആവശ്യപ്പെട്ടു. അല്ലാത്ത പക്ഷം പാകിസ്ഥാനിലേക്ക് പോയി അവിടെ സ്ഥിരതാമസമാക്കിക്കോളൂ എന്നാണ് മന്ത്രി പറഞ്ഞത്. അതായത് ബീഫ് നിരോധനത്തെ നിങ്ങൾ എതിർത്താൽ നിങ്ങൾ പാകിസ്ഥാനിൽ പോണം. പ്രതിപക്ഷ പാർട്ടികൾ ഈ നിയമത്തെ വിമർശിക്കുകയുണ്ടായി. BJPയുടെ ഭരണപരാജയം മറച്ചുവെക്കാനുള്ള നീക്കമാണിതെന്ന് അവർ വിമർശിച്ചു. എന്നാൽ ഇവിടെ പൊതു ഇടങ്ങളിൽ ബീഫ് കഴിക്കുന്നതും വിളമ്പുന്നതും നിരോധിക്കാനുള്ള തീരുമാനത്തെ ശക്തമായി പിന്തുണച്ച് BJP MP ദിലീപ് സൈകിയ രംഗത്തെത്തി. ഇത് സംസ്കാരത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള നീക്കമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ സംസ്കാരത്തിൽ പശുക്കളെ മാതാവായാണ് കാണുന്നത്. ഗോമാംസം എന്നത് ഒരു നിയന്ത്രിത ഭക്ഷണമാണ്. ഇവിടെ ആളുകളുടെ സ്വകാര്യ ഉപയോഗത്തെ എതിർക്കുന്നില്ല, മറിച്ച് പൊതുസ്ഥലങ്ങളിൽ വിളമ്പുന്നതിനാണ് ഞങ്ങൾ എതിര് നിൽക്കുന്നതെന്ന് സൈഗ പറഞ്ഞു. ബീഫ് നിരോധനം എന്നത് മതസ്വാതന്ത്ര്യത്തിനും ഭക്ഷണ സ്വാതന്ത്ര്യത്തിനും തീർത്തും വിരുദ്ധമായിട്ടുള്ള സമീപനമല്ലേ? ബീഫ് കഴിക്കണോ വേണ്ടയോ എന്നത് ഓരോ വ്യക്തികളുടെ വ്യക്തിപരമായ താല്പര്യമാണ്. അതിനെ ഇങ്ങനെയൊക്കെ എതിർക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിലൂടെ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്? ഇത് രാജ്യത്ത് ആദ്യമായി നടക്കുന്ന സംഭവമൊന്നുമല്ല. ഇതിനു മുൻപ് പല പ്രാവശ്യവും നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് ബീഫിന്റെ പേരിലുള്ള സംഘർഷങ്ങൾ. ബീഫ് കഴിച്ചതിന്റെ പേരിൽ ആളുകൾ ആക്രമിക്കപ്പെട്ട സംഭവങ്ങൾക്ക് ഈ രാജ്യം സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. 2021 ആസാം കന്നുകാലി സംരക്ഷണ നിയമം അനുസരിച്ച് ബീഫ് കഴിക്കാത്ത വിഭാഗത്തിലുള്ളവരുടെ ക്ഷേത്രത്തിന്റെയോ മതസ്ഥാപനങ്ങളുടെയോ തുടങ്ങിയവയുടെ 5 കിലോമീറ്റർ ചുറ്റളവിൽ ബീഫ് ഉൽപ്പന്നങ്ങൾ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നത് സർക്കാർ നിരോധിച്ചിരുന്നു. ഇപ്പോൾ ഇത് സമൂഹവേദികളിലും ഹോട്ടലുകളിലും നിരോധിക്കുന്നത് വഴി വ്യക്തി സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ്. ഒരു ജനാധിപത്യ രാജ്യത്തിൽ എല്ലാവർക്കും സമാനമായ അവകാശങ്ങളുണ്ട്. രാജ്യത്ത് നിരവധി മതവിഭാഗങ്ങളും ഭക്ഷണശീലങ്ങളും ഉള്ളപ്പോൾ ബീഫ് നിരോധനം എന്നത് ഒരു വിഭാഗത്തെ മാത്രം അനുകൂലിക്കുന്ന ഒരു കാര്യമാണ്. ജനങ്ങളുടെ വ്യക്തിപരമായ ഭക്ഷണ തെരഞ്ഞെടുപ്പിനെ ഒരു സർക്കാർ നിയന്ത്രിക്കേണ്ട ആവശ്യമുണ്ടോ? വിവിധ മതവിഭാഗങ്ങളിലെ ജനങ്ങൾക്ക് ഇത് വലിയ തരത്തിൽ വെല്ലുവിളിയാവുമെന്ന് സംശയമില്ലാത്തൊരു കാര്യമാണ്. ഒരു വിഭാഗത്തിന്റെ വികാരങ്ങൾ മാനിക്കുന്നതിലുപരി മറ്റൊരു വിഭാഗത്തിന്റെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നത് എങ്ങനെ ന്യായീകരിക്കാനാകും? ഈ കാര്യങ്ങളൊക്കെ സത്യത്തിൽ ഇത്തിരി ഓവർ അല്ലേ?